ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേഗ് ടേം ആണ്. കാരണം നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു അറൌണ്ട് 50 ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം, അതായത് ബോഡിയുടെ ദൈനംദിന പ്രവർത്തികൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ കെമിക്കൽ മെസ്സേജസ് ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഇപ്പോൾ ഫിസിക്കൽ യൂഷ്വൽ ഒരു ആക്ടിവിറ്റി വെച്ച് പറയും, നമ്മൾ കൂടുതൽ നമ്മുടെ ബേസിൽ മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ തൈറോയ്ഡ് ഹോർമോൺ ആണ്. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോഴും അളവ് കുറയുമ്പോഴും നമുക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോണാണ് കോർട്ടിസോൾ ഹോർമോൺ. അപ്പോൾ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്നാണ് നമ്മൾ വേഗമായിട്ട് പറയുന്നതിന്. ഇപ്പോൾ സ്ട്രെസ് ഹോർമോൺ നമുക്കിപ്പോൾ കൂടുതലായിട്ട് ഈ വർക്ക് പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്കും നമുക്കിപ്പോൾ പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്നു. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ബാക്കിയുള്ള ഫംഗ്ഷൻ നോക്കണം, റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത്, അതേപോലെ നമ്മുടെ ഇതുപോലെ തന്നെ ഒരു സ്ട്രെസ് റെസ്പോൺസ് പോലെ തന്നെ നമ്മുടെ ഒരു ഫ്രൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഹോർമോൺസ് തന്നെയാണ്. അതേപോലെ നമ്മുടെ ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസുലിൻ, അതേപോലെ കാൽഷ്യം ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ എല്ലാം ഈ ഹോർമോണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ഒരു ഊർജ്ജം പകരുന്ന ഹോർമോണും അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ, നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ഈ ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ നമ്മുടെ ബോഡീസിൽ വരുന്നതാണ്.